ഹലോ ഗെയ്സ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ അബുദാബിയിലെ തന്നെ ആദ്യത്തെ ഹിന്ദു അമ്പലമായ ബാബ്സ് മന്ദിറിനെ കുറിച്ചിട്ടാണ്. ഈ അമ്പലത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയും തോന്നുന്നു കേട്ടോ. കാരണം 2024 ഫെബ്രുവരി 14 നമ്മുടെ നരേന്ദ്രമോദി UAE വന്നിട്ട് അബുദാബിയിൽ ഉദ്ഘാടനം ചെയ്ത ആദ്യത്തെ ഹിന്ദു അമ്പലമാണ് ഇത്. മാർച്ച് 1 തൊട്ടിട്ടാണ് ഭക്തർക്ക് പ്രവേശനം ഉണ്ടായത്. ആ സമയത്തൊക്കെ ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ ഓണ സമയത്തും ബുക്കിംഗ് കിട്ടാത്ത കാരണം പോകാൻ പറ്റിയില്ല കേട്ടോ. ബുക്കിംഗ് ഉണ്ട്. അപ്പോൾ കിട്ടിയപ്പോൾ ഞാനും കീച്ചേട്ടനും സുബിൻ ചേട്ടനും റോസ്മിൻ ചേച്ചി അജിത്ത് ഞങ്ങൾ 6 പേരും കൂടെ പോയതാണ് കേട്ടോ. ഈ മൺഡേ മാത്രം ഈ അമ്പലം ക്ലോസ് ആണ്, ബാക്കി എല്ലാ ഡേ ഉണ്ട്. പിന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സ് മാത്രം ധരിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ഇൻസ്ട്രക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ചുരിദാറുള്ളത് കാരണം ഞാൻ അതിട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോകുമ്പോൾ തന്നെ സെക്യൂരിറ്റി ചെക്കിങ്, ബാഗ് ചെക്കിങ്, അതായത് നമ്മുടെ ബോഡി ചെക്കിങ്ങും ബാഗ് ചെക്കിങ് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അകത്ത് കയറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ റോസ്മിൻ ചേച്ചിൻ്റെ പരിപാടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അകത്ത് കയറി അവർക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. ആ സമയത്ത് നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റുമോ ഫോട്ടോ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും കേട്ടോ. പക്ഷേ അതിനൊന്നും അവിടെ പ്രശ്നമില്ല. പിന്നെ അവരും കൂടെ വന്ന സമയത്ത് ഞങ്ങൾ നേരെ അകത്ത് കയറി കേട്ടോ. ഈ അമ്പലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മരുഭൂമിയുടെ നടുവിലാണ് കേട്ടോ ഈ അമ്പലം ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ അബുദാബി സിറ്റിയിൽ നിന്ന് 51 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ എത്തിയത്. അത്രയും ദൂരം ഉണ്ട് കേട്ടോ. അബുദാബി ദുബായ് ബോർഡറിലാണ് ഈ അമ്പലം ഉള്ളത്. അതായത് ഇവിടെ ബുക്കിംഗ് എന്ന് പറയുമ്പോൾ ഓരോ ടൈം ഉണ്ട് കേട്ടോ. നമുക്ക് 8 മണി ടൈമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആ സമയത്താണ് ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളാണ് ലാസ്റ്റ് ഉള്ള ആൾക്കാർ. എല്ലാവരും കഴിഞ്ഞിട്ട് ഇറങ്ങുക കേട്ടോ. അവിടെ ഒരു പ്രസാദം കിട്ടുന്നുണ്ട്, അത് വാങ്ങാൻ വേണ്ടി ക്യൂ നിൽക്കണം എല്ലാവരും. ഞങ്ങൾ എത്തുമ്പോൾ തന്നെ 8 മണിയായിട്ടോ. 7:30 അവിടെ ഒരു പരിപാടി ഉണ്ട്. അതായത് ലൈറ്റൊക്കെ ഇട്ടിട്ട്, താമരയ്ക്കകത്ത് ലൈറ്റൊക്കെ ഇട്ടിട്ട് ഒരു ഭജനയൊക്കെ ഉണ്ട് കേട്ടോ. അത് കാണാനൊന്നും ഞങ്ങൾക്ക് പറ്റിയില്ല. ഞങ്ങൾക്ക് ആ സമയത്ത് എത്താൻ പറ്റില്ല. കാരണം 51 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഉള്ളിൽ കയറി ഭഗവാനെ തൊഴാൻ പറ്റുമോ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ വരിക കേട്ടോ. പിന്നെ നമ്മൾ പോയി വേഗം ചെരുപ്പ് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട്. നീറ്റ് ആൻഡ് ക്ലീനാണ് കേട്ടോ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും. അതാണ് UAEയുടെ മെയിൻ പ്രത്യേകത. എല്ലാം അവിടെ നീറ്റായിരിക്കും. അപ്പോൾ ഞങ്ങൾ ചെരുപ്പ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നേരെ അമ്പലത്തിൽ കയറി കേട്ടോ. അമ്പലത്തിൽ കയറുകയല്ല, അമ്പലത്തിൻ്റെ ആ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ എനിക്ക് പറയാൻ വാക്കുകളില്ലാത്ത അത്രയും അതിമനോഹരമാണ്. നമ്മൾ പാലക്കാട് തേനാരിയിലൊക്കെ കാളവായിൽ കൂടെ വെള്ളം വരുന്ന രീതിയിൽ, കാലടവായിൽ കൂടെയൊക്കെ വെള്ളം വരുന്ന രീതിയിലൊക്കെ ഉള്ളൊരു അടിപൊളി സംഭവം കേട്ടോ അമ്പലം. ശരിക്കും രാവിലെ വരുന്നതിനേക്കാളും രാത്രിയാണ് ഭംഗി. കാരണം ആ ലൈറ്റിലാണ് കേട്ടോ അതിൻ്റെ കാര്യമുള്ളത്. അതുപോലെ 7:30 ഇവിടെ ഒരു പരിപാടി ഉണ്ട്, ഒരു ഭജനയൊക്കെ ഉണ്ട് കേട്ടോ. ലൈറ്റൊക്കെ കത്തിച്ച് അതൊക്കെ കഴിഞ്ഞിട്ടുള്ള തിരക്കാണ് ഈ കാണുന്നത് കേട്ടോ. ഞങ്ങളാണ് ലാസ്റ്റത്തെ ആൾക്കാർ. ഇത് കഴിഞ്ഞ് 8:30 നടയടച്ചിട്ട് അമ്പലം ക്ലോസ് ചെയ്യണേ. ആ സമയത്താണ് കേട്ടോ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് പിന്നെ സെക്യൂരിറ്റി മേലെ കയറാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അടച്ചിട്ടില്ല എന്നുള്ളൊരു ടെൻഷനൊക്കെ പോയി. അപ്പോൾ ഞങ്ങൾ നേരെ മേലെ കയറുകയാണ് കേട്ടോ. മേലെ കയറി. അപ്പോൾ റോസ്മിൻ ചേച്ചി ഞാൻ മേലെ കയറുന്നതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു തരാൻ വേണ്ടി എടുത്തൊക്കെ തരുന്നുണ്ട് കേട്ടോ. ഈ അമ്പലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 27 ഏക്കറിലാണ് ഈ അമ്പലം ഉള്ളത്. അത്രയും ചുറ്റിക്കാണാനുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇപ്പോൾ ഒരു ചർച്ച് കൂടെ വന്നിട്ടുണ്ട്. അതും അത്ര ഏക്കർ കണക്കിലാണ് കേട്ടോ ആ ചർച്ച് ഇപ്പോൾ നിൽക്കുന്നത്. പിന്നെ ഈ അമ്പലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന ഒരു സ്റ്റോൺ ഉപയോഗിച്ചിട്ടും ഇറ്റലിയിലെ മാർബിളൊക്കെ കൊണ്ടാണ് ഈ അമ്പലം പണിതിരിക്കുന്നത്. അത് കാരണം നല്ല മാർബിൾ കൊണ്ടുള്ള ഒരു അമ്പലം കേട്ടോ അത്. ഇവിടുത്തെ ഓരോ കൊത്തുപണികളും കാള, ഒട്ടകം, അങ്ങനെ UAEയിലെ ഓരോ കാര്യങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ഓരോ ചിത്രങ്ങളാണ് കേട്ടോ ഈ ഓരോ തൂണിലുള്ളത്. അതുപോലെ തന്നെ ഇവിടെ വരെ നമുക്ക് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അകത്ത് കയറിയാൽ പണ്ട് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമായിരുന്നു, ഇപ്പം അത് പറ്റില്ല. പിന്നെ ഫ്രണ്ടിൽ തന്നെ ഒരു പ്രസാദം പോലെ വെച്ചിട്ടുണ്ട്. അതായത് ഒരു ഓറഞ്ച് കളറിലുള്ള ഒരു കുറി വെച്ചിട്ടുണ്ട്. ആൺപിള്ളേർക്കാണെങ്കിൽ ഗോപിയുമായിട്ട് കുറി തൊടാം. പെൺപിള്ളേർക്ക് നോർമലായിട്ട് തൊട്ടിട്ട് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് അകത്ത് കയറാം കേട്ടോ. ഇവിടെയോടുകൂടി നമുക്ക് ഇനി വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ അകത്ത് കയറിയപ്പോൾ തന്നെ ശിവൻ, പാർവതി, കൃഷ്ണ, രാധ, അയ്യപ്പൻ, അങ്ങനെ 7 പേരുടെ പ്രതിഷ്ഠയാണ് കേട്ടോ അമ്പലത്തിലുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് 7:30 ആ ഭജന കാണാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ ഉള്ളിൽ കയറുന്ന സമയത്ത് ദീപാരാധന സമയമായിരുന്നു കേട്ടോ. നടയടയ്ക്കുന്ന സമയമായിരുന്നു. അത് കാരണം ദീപാരാധന കണ്ട് ഒരു ഭജനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പാടിയിട്ടൊക്കെയായിരുന്നു നടയടയ്ക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഭജനയ്ക്കൊക്കെ അവിടെ ഇരിക്കാൻ പറ്റി. കുറേ കാലം ഈ അബുദാബിയിൽ വന്നിട്ട് ആദ്യമായിട്ട് ഒരു ഹിന്ദു അമ്പലത്തിൽ പോയതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. അതും മരുഭൂമിക്കകത്ത് ഒരു ഹിന്ദു അമ്പലം എന്ന് പറയുമ്പോൾ അതൊക്കെ കാണാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയതിൽ ഞാൻ നല്ല സന്തോഷവതിയാണ് കേട്ടോ ഗൈസ്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നല്ല സമാധാനത്തോടു കൂടെ തൊഴുത് ഞങ്ങൾ താഴെ ഇറങ്ങി കേട്ടോ. താഴെ ഇറങ്ങി അവിടെ നിന്നൊരു താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും കേട്ടോ.
പിന്നെ ഒരു താമരയാണ് ഇവിടുത്തെ മെയിൻ ലൈറ്റൊക്കെ ആയിട്ട് എല്ലാവിടെയും വെച്ചിരിക്കുന്നത് താമരയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കാർത്തിക വിളക്കൊക്കെ വെക്കുന്ന രീതിയിൽ ഒരു വിളക്ക് പോലെ, അതും ഒരു താമരയുടെ ഷേപ്പിൽ അതിൽ വിളക്ക് വെച്ചിട്ട് ഈ ചുറ്റും വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തിൽ ആ വിളക്ക് കത്തിച്ചിട്ട് ആ വെള്ളത്തിനകത്ത് ഇടുന്നാണ് കേട്ടോ. ഇടുന്ന സമയത്ത് ഭജന കാര്യങ്ങൾ അതൊക്കെ 7:30-ക്കാണ്. അങ്ങനെ ഒരു പരിപാടി 7:30-ക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞു. നല്ല രസം ഉണ്ടാകുന്നതാണ് പറയുന്നത് കേട്ടത്. പിന്നെ ഈ സൈഡൊക്കെ ഇല്ലേ, ആ സൈഡൊക്കെ ഫുൾ മണികളാണ് കേട്ടോ. എല്ലാവിടെയും 2 സൈഡും മണിയാണ് ഉള്ളത്. അപ്പോൾ അതിലൊക്കെ പോയി ഞങ്ങൾ അടിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ ചെരുപ്പൊക്കെ ഇട്ട് വന്നു. ചെരുപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ അമ്പലത്തിൻ്റെ ഈ സൈഡിൽ കൂടെയൊക്കെ നമുക്ക് നടക്കാനൊക്കെ പറ്റും. പിന്നെ ഞങ്ങൾ മണികളൊക്കെ അടിച്ച് ഫുള്ള് നീ പോയി ആദ്യം തൊട്ട് അവസാനം വരെ അടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അജയൻ്റെ അടുത്ത്. പിന്നെ ഞാൻ ആ മണി ആദ്യം തൊട്ട് അവസാനം വരെ എല്ലാ മണികളും അടിച്ച് തുടങ്ങി. അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങുകയാണേ. കുഞ്ഞൂസും മണിയടിക്കുന്നുണ്ട് കേട്ടോ അവിടെ. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങുന്ന സമയത്ത് ഈ എല്ലാ സൈഡിൽ ചെരുപ്പ് വെക്കുന്ന ഈ സൈഡ് ലെഫ്റ്റ് സൈഡ് ചെരുപ്പ് വെക്കുന്ന രീതി, റൈറ്റ് സൈഡ് ഫുഡ് കോർട്ടും അതുപോലെ തന്നെ ഗിഫ്റ്റിൻ്റെ ഇത് ഈ അമ്പലത്തിൻ്റെ ഷേപ്പിലുള്ള ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഷോപ്പാണ് കേട്ടോ. അവിടെയൊന്നും പോകാൻ പറ്റില്ല, കാരണം എല്ലാം ക്ലോസ് ആവുന്ന സമയമായി. അപ്പോൾ ശരിക്കും ഇതാണ് ഫ്രണ്ട് കേട്ടോ അമ്പലത്തിലേക്ക്. പക്ഷേ നമ്മൾ ചെരുപ്പൊക്കെ ഈ സൈഡായത് കാരണം എല്ലാവരും അവിടെ നിന്ന് അങ്ങനെ നേരെ പ്രവേശിക്കുകയാണ് ചെയ്തത്. ഇതാണ് ഫ്രണ്ട് കേട്ടോ. അപ്പോൾ ഈ ഫ്രണ്ടിൽ തന്നെ ഒരു സംഭവം കാണിച്ചു തരാം. ഐക്യം, നമ്മുടെ മലയാളത്തിലെ ഐക്യം എന്നുള്ള രീതിയിൽ ഏതൊക്കെ ലാംഗ്വേജ് ഒന്നും എനിക്ക് പോലും അറിയുന്നില്ല കേട്ടോ. മലയാളത്തിലെ ഐക്യം എന്ന് അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ലാംഗ്വേജിലും അതുപോലെ കൊത്തുപണി അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ? അപ്പോൾ അതൊക്കെയാണ് ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുള്ളത്. ഐക്യം എന്നാണ് ഉള്ളത് എല്ലാ ലാംഗ്വേജിലും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ കണ്ടു കേട്ടോ. അതൊക്കെ കണ്ട് നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. അടിപൊളിയായിരുന്നു. ഇങ്ങനെ കണ്ടിട്ട് ഞങ്ങൾ നേരെ പുറത്തിറങ്ങി. അപ്പോൾ ലാസ്റ്റ് ഞങ്ങളായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ തന്നെ അവിടെ പ്രസാദത്തിന് ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കും കിട്ടിയ ഞങ്ങളോട് കൂടെ പ്രസാദം കഴിഞ്ഞു കേട്ടോ. അതായത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഒരു പായസമല്ല, ഒരു കഞ്ഞി പോലെയാണ് കേട്ടോ. അതിൽ നമ്മൾ ഈ പട്ട ഗ്രാമ്പൂ മസാലകളൊക്കെ ഇട്ടിട്ട് ഒരു കഞ്ഞിയാണ്. ചൂടായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ 8 മണി ആ സമയത്തൊക്കെ ഇതായിരുന്നു. ഓരോ സമയത്ത് ഇവിടെ ഓരോ രീതിയിലുള്ള പ്രസാദം കഴിക്കേണ്ട കഴിയും തോറും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് അതായിരുന്നേ. ഞങ്ങളതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പുറത്തിറങ്ങിയിട്ടോ. നല്ല തണുപ്പുണ്ടായിരുന്നേ. എല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു. നല്ല കാറ്റും നല്ല തണുപ്പാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ. അപ്പോൾ ഉച്ച സമയത്തൊക്കെ വരുന്ന സമയത്ത്, വെയിലുള്ള സമയത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുടയാണ് കേട്ടോ അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ എല്ലാം കഴിഞ്ഞ് പുറത്ത് വന്നു വണ്ടിയിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ അജയ് ഇവിടെ നിന്ന് തന്നെ അവൻ്റെ റൂമിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവരും അവനൊരു ബായും കൊടുത്തിട്ട് ഞങ്ങൾ നേരെ വണ്ടിക്കകത്ത് കയറിയിട്ടോ. അപ്പോൾ വരുന്ന വഴിക്ക് നിങ്ങൾക്കൊരു ബിൽഡിംഗ് കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ. അതായത് പൈനാപ്പിൾ ബിൽഡിങ്ങിന് ശരിക്കും അതിൻ്റെ നിക് നെയിമാണ് കേട്ടോ. ശരിക്കുള്ള നെയിം അൽവൺട്ട് എന്തോ കേട്ടോ. ശരിക്കും എനിക്ക് അറിയില്ല. ഇപ്പോൾ അത് വൈറ്റ് അല്ലേ, കുറച്ച് കഴിഞ്ഞാൽ ബ്ലൂ ആവും, അത് കഴിഞ്ഞാൽ ഗ്രീൻ ആവും, റെഡ് ആവും. നിങ്ങൾ ശ്രദ്ധിക്കണേ. ശരിക്കും ഇതൊരു ഓഫീസാണ് കേട്ടോ. പക്ഷേ പൈനാപ്പിളിൻ്റെ ഷേപ്പുള്ളൊരു ഓഫീസാണ്. അതായത് UAEയുടെ ഓരോ പരിപാടി, ഓരോ നാഷണൽ ഡേ, അതുപോലത്തെ ഇവിടുത്തെ ഓരോ വിശേഷം, ന്യൂ ഇയർ, അങ്ങനെ ഓരോന്നനുസരിച്ച് നമ്മുടെ ബുർജ് ഖലീഫയൊക്കെ പോലെ ഇവിടുത്തെ ഡിസൈനും ലൈറ്റൊക്കെ മാറിക്കൊണ്ടേയിരിക്കും കേട്ടോ. അതാണ് ഇതിൻ്റെ മെയിനായിട്ടൊരു പ്രത്യേകത. ഞാൻ എപ്പോൾ ഇവിടെ എത്തുന്ന സമയത്തും ഈ ബിൽഡിംഗ് എത്തിയാൽ ഞാൻ പെട്ടെന്ന് നോക്കാറുണ്ട് എന്ത് ഡിസൈനാണ്, എന്ത് കളറാണെന്നുള്ള രീതിയിൽ ഞാൻ നോക്കാറുണ്ട് കേട്ടോ. നല്ല അടിപൊളിയല്ലേ. അപ്പോൾ ഇനി കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എൻ്റെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ കൂടെ ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.